ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പെയേഴ്സ് ഓഫ് ഇക്വേഷൻസിലെ പേജ് നമ്പർ 10 ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ: ഇൻ എ ക്ലാസ് ദർ ആർ 4 മോർ ഗേൾസ് ദാൻ ബോയ്സ്. ഓൺ എ ഡേ വെൻ ഓൺലി 8 ബോയ്സ് were absent, the number of girls was twice the number of boys. How many boys and girls are there in the class? ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഗേൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ബോയ്സിൻ്റെ എണ്ണത്തിനേക്കാൾ 4 കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്പർ ഓഫ് ബോയ്സിനെ എക്സ് ആക്കി എടുക്കുന്ന സമയത്ത് നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് x+4 ആയിരിക്കും. പിന്നെ അടുത്ത കണ്ടീഷൻ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 8 ബോയ്സ് ഒരു ദിവസം ലീവായ സമയത്ത് ഗേൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ബോയ്സിൻ്റെ എണ്ണത്തിൻ്റെ ഡബിളായിരുന്നു. അതായത് 8 ബോയ്സ് ആബ്സെൻ്റ് ആവുന്ന സമയത്ത് നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറയുന്നത് x-8 ആയിരിക്കും. അതായത് ഓൾറെഡി എക്സ് ബോയ്സ് ഉള്ളതിൽ നിന്നും 8 കുറച്ചാൽ കിട്ടുന്നതായിരിക്കും 8 ബോയ്സ് ആബ്സെൻ്റ് ആയിട്ടുള്ള ദിവസത്തെ ബോയ്സിൻ്റെ എണ്ണം. ഇനി 8 ബോയ്സ് ആബ്സെൻ്റ് ആവുന്ന ദിവസം ഗേൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ബോയ്സിൻ്റെ എണ്ണത്തിൻ്റെ ഡബിൾ ആയിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. അതായത് 8 ബോയ്സ് ആബ്സെൻ്റ് ആവുന്ന സമയത്തുള്ള ബോയ്സിൻ്റെ എണ്ണം x-8 ആണ്. അതായത് അതിൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 2 × x-8, അത് ഈക്വൽ ടു ഗേൾസിൻ്റെ എണ്ണം x+4. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഈ 2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. 2നെ ബ്രാക്കറ്റിലുള്ള ഓരോ നമ്പറിനോടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് 2 × x 2x മൈനസ് 2 × 8, അതായത് 16 വരും. 2x - 16 ഇസ് ഈക്വൽ ടു x+4. ഇവിടെ എക്സിൻ്റെ ടേംസിനെയൊക്കെ ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കും നമ്പേഴ്സിനെ ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിലേക്കും മാറ്റുന്ന സമയത്ത് 2x - x ഇസ് ഈക്വൽ ടു 16+4 എന്ന് വരുന്നു. അതായത് ഓപ്പോസിറ്റ് സൈഡിലുള്ള എക്സ് ലെഫ്റ്റ് സൈഡിലേക്ക് മാറുന്ന സമയത്ത് -x ആവുന്നു. അതുപോലെ -16 ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ +16 മാറുന്നു. അതായത് 2x - x ഇസ് ഈക്വൽ ടു 16+4 എന്ന് കിട്ടും. 2xന്ന് x പോകുമ്പോൾ x ഈക്വൽ ടു 16+4 20. അതായത് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 20 എന്ന് കിട്ടും. അതായത് നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറയുന്നത് 20 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ളത് x+4 ആയിട്ടാണ്. അപ്പോൾ ഇവിടെ x+4 എന്ന് പറയുന്നത് 20+4 ഈക്വൽ ടു 24. Question number 6. A fraction simplified after adding 1 to its numerator becomes 1/3. If instead 1 is added to the denominator and then simplified, it becomes 1/4. What is the fraction? ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഫ്രാക്ഷനെ x/y എന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിനോട് 1 ആഡ് ചെയ്ത സമയത്ത് അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1/3 ആണ്. അതായത് ഇവിടെ ന്യൂമറേറ്റർ എക്സ് ആണ്. എക്സിനോട് 1 കൂട്ടുന്ന സമയത്ത് x+1/y ആയിട്ട് മാറുന്നു നമ്മുടെ ഫ്രാക്ഷൻ. അത് ഈക്വൽ ടു 1/3. അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. ഈ x+1/y ഈക്വൽ ടു 1/3 എന്ന് പറയുന്ന ഇക്വേഷനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 3 × x+1 ഇസ് ഈക്വൽ ടു 1 × y. ഇനി 3 എന്ന് പറയുന്ന നമ്പറിന് നമ്മൾ ബ്രാക്കറ്റിലുള്ള ഓരോ നമ്പേഴ്സിനെ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 3x+3 ഈക്വൽ ടു y എന്ന് കിട്ടുന്നു. ഇനി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന അടുത്ത കണ്ടീഷൻ, ഈ ന്യൂമറേറ്ററിന് പകരം നമ്മൾ ഡിനോമിനേറ്ററിനോടാണ് 1 കൂട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1/4 ആണ്. അതായത് x/y+1 ഇസ് ഈക്വൽ ടു 1/4. തൊട്ട് മുന്നേ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇവിടെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അതായത് x × 4 ഇസ് ഈക്വൽ ടു 1 × y+1 എന്ന് വരും. അതായത് 4 × x എന്ന് പറയുന്നത് 4x ഈക്വൽ ടു y+1. ഇനി ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ വൈൻ്റെ പ്ലേസിൽ നമ്മൾ തൊട്ട് മുന്നേ കണ്ടുവച്ച 3x+3 എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു.
അതായത് വൈൻ്റെ പ്ലേസിൽ 3x + 3 കൊടുക്കുമ്പോൾ 4x = 3x + 3 + 1 വരും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എക്സിൻ്റെ ടേംസിനെയൊക്കെ ലെഫ്റ്റ് സൈഡിലേക്കും നമ്പേഴ്സിനെയൊക്കെ റൈറ്റ് സൈഡിലേക്കും മാറ്റുന്നു. അപ്പോൾ 4x - 3x = 4, അതായത് x = 4 എന്ന് കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട് 3x + 3. ആ എക്സിൻ്റെ പ്ലേസിൽ ഇവിടെ 4 കൊടുക്കുന്ന സമയത്ത് 3 × 4 + 3 = 12 + 3 = 15 എന്ന് കിട്ടുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് x/y ആണ്. ഇവിടെ x 4ഉം y 15ഉം ആയതുകൊണ്ട് നമ്മുടെ ഫ്രാക്ഷൻ 4/15 എന്ന് കിട്ടുന്നു. 7th question. A person invested 1 lakh rupees in 2 schemes with interest rate 7% and 6%. After 1 year, they got 6,750 rupees as interest from both these together. How much did they invest in each scheme? ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരാളുടെ കയ്യിലുള്ള 1,00,000 രൂപ അയാൾ 2 സ്കീമുകളിലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തു. ആ 2 സ്കീമുകളിലെയും ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 7%ഉം 6%ഉം ആണ്. ഒരു വർഷത്തിൻ്റെ ശേഷം അയാൾക്ക് ഈ 2 സ്കീമിൽ നിന്നും കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് തുക എന്ന് പറയുന്നത് 6,750 ആണ്. അങ്ങനെയാണെങ്കിൽ അയാൾ ഓരോ സ്കീമിലും എത്ര വീതം തുകയാണ് ഡെപ്പോസിറ്റ് ചെയ്തതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിനായിട്ട് ഫസ്റ്റ് നമ്മൾ ഈ 2 സ്കീമുകളിൽ ഒരു സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് x ആയിട്ടും രണ്ടാമത്തെ സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിനെ 1 lakh - x ആയിട്ടും എടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് സ്കീമിൽ നിന്ന് അയാൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് x × 7/100 ആയിരിക്കും. അതുപോലെ സെക്കൻഡ് സ്കീമിൽ നിന്നും കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1 lakh - x × 6/100 ആയിരിക്കും. അടുത്ത കണ്ടീഷൻ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഈ 2 സ്കീമിൽ നിന്നും കിട്ടുന്ന ഇൻട്രസ്റ്റിൻ്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 6,750 ആണ്. അതായത് ഈ 2 ഇൻട്രസ്റ്റിൻ്റെ തുകയും നമ്മൾ കൂട്ടുമ്പോൾ 6,750 ആണ് കിട്ടുന്നത്. അതായത് 7x/100 = 1 lakh - x × 6/100 = 670. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ 7x/100 = 6 lakh - 6x/100 = 6,750. അതായത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഈ വാല്യൂ കിട്ടുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ 2 ഫ്രാക്ഷൻ്റെയും ഡിനോമിനേറ്ററിൽ കോമൺ ആയി 100 ഉള്ളതുകൊണ്ട് നമ്മൾ ഈ 100നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് 7x + 6 lakh - 6x = 6,750 × 100. ഇനി എക്സിൻ്റെ ടേംസിനെയൊക്കെ ലെഫ്റ്റ് സൈഡിലും നമ്പേഴ്സിന് ഓപ്പോസിറ്റ് സൈഡിലേക്കും കൊണ്ടുപോകുന്ന സമയത്ത് 7x - 6x = 6,75,000 - 6 lakh എന്ന് കിട്ടുന്നു. അതായത് 7x ന്ന് 6x കുറയ്ക്കുമ്പോൾ x = 75,000 എന്ന് കിട്ടും. അതായത് ഫസ്റ്റ് സ്കീമിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അയാൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് 75,000 ആണ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് സ്കീമിൽ അയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1 lakh - 75,000, അതായത് 25,000 ആയിരിക്കും. ക്വസ്റ്റ്യൻ. An object starts with a speed of u m/s and travels along a straight line. If the speed increases at the rate of a m/s every second, the speed at time t seconds is u + at. The speed at 1 second is 5 m/s and at 5 seconds 13 m/s. What is the rate at which the speed is increasing? What was the starting speed? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഒരു ഒബ്ജക്റ്റിൻ്റെ ടി സെക്കൻഡ്സിലുള്ള അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് u + at ആണ്. അതുപോലെ 1 സെക്കൻഡിലുള്ള സ്പീഡ് എന്ന് പറയുന്നത്
5 ആണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ u+at എന്ന് പറയുന്ന ഇക്വേഷനിൽ ടീൻ്റെ പ്ലേസിൽ നമ്മൾ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ u+a = 5 എന്ന് കിട്ടുന്നു. അതിൽ നിന്നും u = 5 - a ആണെന്ന് കിട്ടുന്നു. ഇനി ഇതുപോലെ സ്പീഡ് അറ്റ് 5 സെക്കൻഡ്സ് ഈ u+at ടീൻ്റെ പ്ലേസിൽ നമ്മൾ 5 കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ u+5a = 13 എന്ന് കിട്ടുന്നു. ഇതാണ് നമ്മുടെ അടുത്ത ഇക്വേഷൻ. ഇവിടെ u+5a = 13 എന്നുള്ള ഇക്വേഷനിൽ യുവിൻ്റെ പ്ലേസിൽ നമ്മൾ 5 - a എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് 5 - a + 5a = 13. ഇവിടെ a വരുന്ന ടേംസിനെ ലെഫ്റ്റ് സൈഡിലും ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ നമ്പേഴ്സിനെയും മാറ്റുന്നു. അപ്പോൾ 5a - a = 13 - 5 എന്ന് വരും. അതായത് 5aയിൽ നിന്ന് a കുറയ്ക്കുമ്പോൾ 4a = 13 - 5 8. അതായത് 4a = 8 എന്ന് കിട്ടും. ദാറ്റ് ഈസ് a = 8/4, a = 2. a കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം u എന്ന് പറയുന്നത് 5 - a ആണ്. അങ്ങനെ വരുമ്പോൾ 5 - 2, അതായത് എയുടെ പ്ലേസിൽ 2 കൊടുക്കുന്ന സമയത്ത് 5 - 2 = 3 എന്ന് കിട്ടുന്നു. അതായത് ഇവിടെ നമുക്ക് കിട്ടുന്നത് റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഈസ് ഇൻക്രീസിങ് എന്ന് പറയുന്നത് 2ഉം അതുപോലെ അതിൻ്റെ സ്റ്റാർട്ടിംഗ് സ്പീഡ് എന്ന് പറയുന്നത് 3ഉം ആയിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുതേ.